ആദ്യ അപ്ഡേറ്റ് പരിപാടി സിനിമയിൽ തന്നെയാണ്. നമ്മുടെ ജോജുവിന്റെ ഡയറക്ഷനിൽ വരാൻ പോകുന്ന ഏറ്റവും പുതിയ മലയാള സിനിമയാണ് പരിപാടി എന്ന് പറഞ്ഞ സിനിമ. പടത്തിന്റെ ഷൂട്ടിംഗ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ അൻപറിവൊക്കെയാണ് സിനിമയിൽ ആക്ഷൻസ് ചെയ്യുന്നത്. അതൊരു പോസിറ്റീവ് തന്നെയാണ്. പിന്നെ സിനിമയിൽ ഡൂപ്പ് നമ്മുടെ രാജീവ് രവിയാണ്. പിന്നെ മ്യൂസിക് നമ്മുടെ യുവൻ ശങ്കർ രാജാണ്. അങ്ങനെ കുറച്ച് പോസിറ്റീവ് കാണാൻ സാധിക്കുന്നുണ്ട് പരിപാടി സിനിമയെ കുറിച്ച് നോക്കുവാണെങ്കിൽ. ഓൾമോസ്റ്റ് പല ഭാഷകളിൽ സിനിമ റിലീസ് പ്ലാൻ ചെയ്യുന്നുണ്ട് പാൻ ഇന്ത്യൻ ലെവല്. കാത്തിരിക്കാൻ നമുക്ക് പടത്തിന്റെ കൂടുതൽ ഷൂട്ടിംഗ് അപ്ഡേറ്റിനായിട്ട്. അടുത്ത അപ്ഡേറ്റ് പരിശോധിക്കുകയാണെങ്കിൽ നമ്മുടെ തലപതി അണ്ണന്റെ ജനനായകനെ കുറിച്ച് തന്നെയാണ്. ഇപ്പൊ കേൾക്കാൻ സാധിക്കും തലപതി അണ്ണൻ സിനിമയുടെ പ്രൊഡക്ഷൻ ഹൗസ് ആയി KVN പറഞ്ഞിരിക്കുകയാണ് സിനിമയുടെ ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് പണം തിരികെ നൽകാനായിട്ട്, റീഫണ്ട് ചെയ്യാനായിട്ട്. അത് മാത്രമല്ല നിലവിൽ ഇതുവരെയായിട്ടും സെൻസർ ബോർഡിന്റെ ഭാഗത്ത് നിന്ന് സെൻസർ സർട്ടിഫിക്കറ്റും ഇതുവരെയായിട്ട് പുറത്തു വന്നിട്ടില്ല. ജൂൺ മാസം റിലീസും നിലവിൽ പോസ്റ്റ്പോൺ ചെയ്തു എന്ന് കേൾക്കുന്നുണ്ട് നിലവിൽ. കാരണം നമ്മുടെ ഡിസ്ട്രിക്ട് ആണെങ്കിലും അതുപോലെ തന്നെ BMS ആണെങ്കിലും സിനിമയുടെ ഇനീഷ്യലായ റിലീസ് ഡേറ്റ് ഒക്കെ പോസ്റ്റ്പോൺ ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അല്ലെങ്കിൽ റിലീസിംഗ് ജൂൺ എന്ന ടാഗ്ലൈൻ ഒഴിവാക്കിയിട്ടുണ്ട്. എന്തായാലും സിനിമയുടെ റിലീസ് ഇനി നമ്മുടെ തലപതിയുടെ പിറന്നാൾ ദിനത്തിനനുബന്ധിച്ച് വരുമെന്ന് എക്സ്പെക്ട് ചെയ്യാം നമുക്ക്. അടുത്ത അപ്ഡേറ്റ് ജയിലർ സിനിമയുടെ സെക്കൻഡ് പാർട്ട് തന്നെയാണ്. നെൽസൺ അതുപോലെ തന്നെ അനിരുദ്ധ മ്യൂസിക്കിൽ പുറത്തുവരാൻ പോകുന്ന വമ്പൻ സിനിമ തന്നെയാണ് സൺ പിക്ചേഴ്സിന്റെ ബാനറിൽ വരുന്ന ജയിലർ എന്ന സിനിമയുടെ സെക്കൻഡ് പാർട്ട്. പടത്തിന്റെ ഷൂട്ടിംഗ് അടുത്ത ആഴ്ചയോടെ കംപ്ലീറ്റ് ആവുകയാണ്. 8-9 തീയതികളിലെ ഷൂട്ടിംഗ് കൂടി കഴിഞ്ഞാൽ നമ്മുടെ ജയിലർ 2 കംപ്ലീറ്റ് പാക്കപ്പ് ആണ്. അതിനുശേഷം നമുക്ക് സിനിമയുടെ ഭാഗത്ത് നിന്ന് ഓരോ അപ്ഡേറ്റ് എക്സ്പെക്ട് ചെയ്യാം. നമുക്ക് മെയിൻ ആയിട്ട് സിനിമയുടെ റിലീസ് എന്തെങ്കിലും കാത്തിരിക്കാം നമുക്ക്. അടുത്ത അപ്ഡേറ്റ് നമ്മുടെ സന്തോഷ് ട്രോഫി സിനിമേന്റെയാണ്. നമ്മുടെ പൃഥ്വിരാജിന് പകരം സിനിമയിൽ നമ്മുടെ ജോമോൻ ജോയിത്തർ ജോയിൻ ചെയ്തിരിക്കുകയാണ് നമ്മുടെ വാഴ സിനിമയിലെ നായകൻ. എന്തായാലും അദ്ദേഹത്തിന്റെ ഒരു സോളോ സിനിമ വരികയാണ്. അൻകിത് മേനോൻ തന്നെയാണ് ഇപ്രാവശ്യവും നമ്മുടെ വാഴ സിനിമയിൽ അതേ മ്യൂസിക് കമ്പോസ് ചെയ്യുന്നത്. ഡയറക്ഷൻ നമ്മുടെ വിപിൻ ദാസ് ആണ്. നമ്മുടെ ഗുരുവായൂർ അമ്പലനടയിൽ ജയ ജയ ഹേ എന്നീ സിനിമകളുടെ എന്തായാലും സിനിമയുടെ ഷൂട്ട് ഉടൻ ആരംഭിക്കുന്നതാണ്. എന്തായാലും പൃഥ്വിരാജിന് റീപ്ലേസ് ആയി വന്ന ജോമോൻ സിനിമയിൽ തകർത്ത് അഭിനയിക്കട്ടെ, കാത്തിരിക്കാം നമുക്ക്. അടുത്ത അപ്ഡേറ്റ് നമ്മുടെ D55 എന്ന് പറഞ്ഞ സിനിമയാണ്, അല്ലെങ്കിൽ ധനുഷിന്റെ 55ാമത്തെ സിനിമയുടെ എന്തായാലും നമ്മുടെ ഇന്ദ്രൻസ് സിനിമയിൽ ഭാഗമാവുമെന്ന് കേൾക്കാൻ സാധിക്കുന്നുണ്ട്. അത് മാത്രമല്ല നമ്മുടെ മമ്മൂക്കയുടെ ഷൂട്ടിംഗ് D55ന്റെ കംപ്ലീറ്റ് ആയിട്ടുണ്ടെന്ന് കേൾക്കാൻ സാധിക്കുന്നുണ്ട്. രാജ്കുമാർ പരമസ്വാമിയാണ് സിനിമയുടെ സംവിധാനം. നമ്മുടെ അമരൻ സിനിമയുടെ ഡയറക്ടർ. സായി പല്ലവി സിനിമയിൽ പോലീസ് വേഷത്തിൽ വരുന്നതെന്ന് കേൾക്കാൻ സാധിക്കുന്നുണ്ട്. ആദ്യമേ സിനിമ ഒരു സ്പൈ ത്രില്ലർ സിനിമ എന്നാണ് കേൾക്കാൻ സാധിച്ചത്. എന്തായാലും കാത്തിരിക്കാൻ നമുക്ക് ധനുഷിന്റെ 55 സിനിമയിൽ കൂടുതൽ അപ്ഡേറ്റിനായിട്ട്. അടുത്ത അപ്ഡേറ്റ് ബാലൻ സിനിമേന്റെയാണ്. പടത്തിന്റെ ഒഫീഷ്യൽ ട്രെയിലർ അങ്ങനെ പുറത്തു വന്നിരിക്കുകയാണ്. നമ്മുടെ സുഷിനാണ് സിനിമയിലെ മ്യൂസിക്, ജിത്തു മാധവനാണ് സിനിമയുടെ തിരക്കഥാകൃത്ത്, ഡയറക്ഷൻ നമ്മുടെ ചിദംബരമാണ്. KVN പ്രൊഡക്ഷൻ ഹൗസ് ആണ് സിനിമ നിർമ്മിക്കുന്നത്. ജൂൺ മാസം സിനിമയുടെ റിലീസ് ഡേറ്റ് വരുന്നത് ജൂൺ 19. എന്തായാലും ട്രെയിലർ വന്നിട്ട് എല്ലാവർക്കും നല്ലപോലെ സാറ്റിസ്ഫൈഡ് ആയിട്ടുണ്ട്. പല ഭാഷകളിലാണ് സിനിമയുടെ ട്രെയിലർ പുറത്തിറങ്ങിയത്. എന്തായാലും നല്ല റെസ്പോൺസ് കേൾക്കുന്നുണ്ട്. എന്തായാലും നിങ്ങൾ കണ്ട അഭിപ്രായം ഇൻബോക്സ് ചെയ്യപ്പെടുക ബാലൻ സിനിമയുടെ ട്രെയിലർ. അടുത്ത അപ്ഡേറ്റ് നമ്മുടെ സ്ലം ഡോഗ് സിനിമേന്റെയാണ്. പടത്തിന്റെ ടീസർ പുറത്തു വരാൻ പോവുകയാണ് ഈ വരുന്ന ജൂൺ മാസം 8-ാം തീയതി രാത്രി 6 മണിക്ക്. നമ്മുടെ വിജയ് സേതുപതി അതുപോലെ തന്നെ സംയുക്ത മേനോൻ എന്നിവരൊക്കെയാണ് പടത്തിൽ കേന്ദ്ര കഥാപാത്രങ്ങളായിട്ട് അഭിനയിക്കുന്നത്. പൂരി ജഗന്നാഥാണ് സിനിമയുടെ ഡയറക്ടർ. നമ്മുടെ ലൈഗർ എന്ന് പറഞ്ഞ നമ്മുടെ വിജയ് ദേവരൻകൊണ്ടേന്റെ ആ ഒരു സിനിമയിലെ സംവിധായകനാണ്. എന്തെങ്കിലും കാത്തിരിക്കും നമുക്ക് ചിത്രത്തിന്റെ ടീസറിനായിട്ട് 8-ാം തീയതി ജൂൺ രാത്രി 6 മണിക്ക്. അടുത്ത അപ്ഡേറ്റ് പരിശോധിക്കുകയാണെങ്കിൽ നമ്മുടെ ബെത്ലഹേം കുടുംബ യൂണിറ്റ് എന്ന സിനിമേന്റെയാണ്. പടത്തിന്റെ ഫസ്റ്റ് ലുക്ക് അങ്ങനെ പുറത്തു വന്നിരിക്കുകയാണ്. പടം ഓണം പ്രമാണിച്ചാണ് തിയേറ്റർ റിലീസ് പ്ലാൻ. നിവിൻ പോളി, മൊയ്ത ബൈജു എന്നിവർ നിൽക്കുന്ന ഒരു ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ തന്നെയാണ് പുറത്തു വന്നിരിക്കുന്നത്. വിഷ്ണു വിജയാണ് സിനിമയിലെ ഗാനങ്ങൾ അല്ലെങ്കിൽ മ്യൂസിക് കമ്പോസ് ചെയ്യുന്നത്. ഡയറക്ഷൻ നമ്മുടെ ഗിരീഷ് ഏടിയാണ്. എന്തായാലും പടത്തിന്റെ ഇനീഷ്യലായ റിലീസ് ഡേറ്റ് കേൾക്കാൻ സാധിക്കുന്നത് ഓഗസ്റ്റ് 14-ാം തീയതി അല്ലെങ്കിൽ 20-ാം തീയതി ആയിട്ടാണ്. എന്തായാലും ഖലീഫ അല്ലെങ്കിൽ നമ്മുടെ പൃഥ്വിരാജ് സിനിമയിലൂടെ ക്ലാഷ് റിലീസ് തന്നെയാണ് ബെത്ലഹേം കുടുംബ യൂണിറ്റ് പ്ലാൻ ചെയ്യുന്നത്. അടുത്ത അപ്ഡേറ്റ് നീക്കം എന്ന് പറഞ്ഞ നമ്മുടെ ദിലീപ് ഏട്ടന്റെ സിനിമേന്റെയാണ്. പടത്തിന്റെ റിലീസ് നിലവിൽ കേൾക്കാൻ സാധിക്കുന്നത് ജൂലൈ ഫസ്റ്റ് ഹാഫ് എക്സ്പെക്ട് ചെയ്യുന്ന സിനിമേന്റെ റിലീസ് ഡേറ്റ് ജൂൺ മാസമല്ല ജൂലൈയിലോട്ട് പോസ്റ്റ്പോൺ ചെയ്യുന്നുണ്ട്. പടം സംവിധാനം ചെയ്യുന്നത് നമ്മുടെ ജഗൻ ഷാജി കൈലാസ് ആണ്. നിർമ്മിക്കുന്ന സന്ദീപ് സെനൻ അതുപോലെ തന്നെ അലക്സി കുര്യൻ എന്നിവരൊക്കെയാണ്. എന്തായാലും ദിലീപിന്റെ വരാൻ പോകുന്ന മറ്റൊരു മലയാള സിനിമയാണ് ഈ വർഷത്തെ നീക്കം എന്ന് പറഞ്ഞ സിനിമ. എന്തായാലും ജൂലൈ മാസം നമുക്ക് കാത്തിരിക്കാൻ നമുക്ക് ഹാഫ് ആയിട്ട് അല്ലെങ്കിൽ മിഡ് ആയിട്ട് പടത്തിന്റെ തിയേറ്റർ റിലീസ്. നമ്മുടെ ആര്യൻ, മുരളി ഗോപി, ഇന്ദ്രൻസ്, സുനിൽ എന്നിവർ അഭിനയിച്ച ഒരു സിനിമ വരുന്നുണ്ട്. നമ്മുടെ അനന്തൻ കാട് എന്ന് പറഞ്ഞ സിനിമ. തിരക്കഥ നമ്മുടെ മുരളി ഗോപിയാണ്, ലൂസിഫർ സിനിമയുടെ തിരക്കഥാകൃത്ത്. മ്യൂസിക് നമ്മുടെ അജയ്നാഥ് ലോകനാഥാണ് കാന്താര സിനിമയുടെ.
ഡയറക്ഷൻ നമ്മുടെ റൺ ബേബി റൺ എന്ന സിനിമയിലെ സംവിധായകനായ ജെയിൻ ഗിരീഷ് കുമാറാണ്, കൃഷ്ണകുമാറാണ്. പടം റിലീസ് ജൂൺ മാസം തന്നെയാണ്, ജൂൺ 25 പടത്തിന്റെ ഭാഗത്ത് ഒരു ടീസറും നിലവിൽ പുറത്തിറങ്ങിയിട്ടുണ്ട്. കണ്ടവരെ മറക്കാതെ അഭിപ്രായം രേഖപ്പെടുത്തുക. അടുത്ത അപ്ഡേറ്റ് പിച്ചക്കാരൻ സിനിമയുടെ സംവിധായകന്റെ ഭാഗത്ത് നിന്ന് വരാൻ പോകുന്ന മറ്റൊരു വിജയ് ആന്റണി സിനിമ തന്നെയാണ്. 100 സാമി എന്നാണ് പടത്തിന് പേര്. UA/A സർട്ടിഫിക്കറ്റ് ആണ് ഇപ്പോൾ സെൻസർ ബോർഡ് നൽകിയത് പടത്തിന്റെ സെൻസറിങ്. ഈ വരുന്ന ജൂൺ 19 പടം തിയേറ്റർ റിലീസ്. ഡയറക്ഷൻ സസിയാണ് ചെയ്യുന്നത്. മ്യൂസിക് നമ്മുടെ ബാൽരാജ് സിറമാണ്. വിജയ് ആന്റണി അതുപോലെ തന്നെ ദിഷൻ എന്നിവരൊക്കെയാണ് പടത്തിലെ കേന്ദ്ര കഥാപാത്രങ്ങളായിട്ട് അഭിനയിക്കുന്നത്. എന്തായാലും കണ്ടിട്ട് നല്ലൊരു ഫീൽ ഗുഡ് സിനിമ എന്ന് കേൾക്കാൻ സാധിക്കുന്നുണ്ട്. കാത്തിരിക്കാം നമുക്ക്. മറ്റൊരു സിനിമയാണ് നമ്മുടെ ദ വൺ എന്ന് പറഞ്ഞ സിനിമ. നമ്മുടെ ലിജോമോൾ ജോസ് കേന്ദ്ര കഥാപാത്രം അഭിനയിച്ച് വരാൻ പോകുന്ന മറ്റൊരു അന്യഭാഷ സിനിമയാണ് നമ്മുടെ ദ വൺ എന്ന് പറഞ്ഞ സിനിമ. സർവണൻ അതുപോലെ തന്നെ പാവേൽ നഗവീതൻ അതുപോലെ തന്നെ അമിത കൃഷ്ണമൂർത്തി എന്നിവരൊക്കെയാണ് മറ്റ് കഥാപാത്രങ്ങൾ. മ്യൂസിക് നമ്മുടെ ഗിബ്രൻ ആണ്, നമ്മുടെ സഹോ സിനിമയിൽ മ്യൂസിക് കമ്പോസർ. ഡയറക്ഷൻ നമ്മുടെ അതിരൻ രഗപ്പെട്ടിയാണ്, പുതിയൊരു സംവിധായകനാണ്. പടത്തിന്റെ തിയേറ്റർ റിലീസ് ജൂൺ ലാസ്റ്റ് അല്ലെങ്കിൽ ജൂലൈ ആദ്യ വാരമായിട്ടാണ് കേൾക്കാൻ സാധിക്കുന്നത്. കാത്തിരിക്കാൻ നമുക്ക് നമ്മുടെ ലിജുമോൾ ജോസിന് വരാൻ പോകുന്ന ദ വൺ എന്ന സിനിമേന്റെ കൂടുതൽ അപ്ഡേറ്റിനായിട്ട്. നമ്മുടെ ദുൽഖർ സൽമാന്റെ അയാം ഗെയിം സിനിമയുടെ ഒഫീഷ്യലായ ടീസർ ഗ്ലിംസ് അല്ലെങ്കിൽ ഒരു കിടിലൻ ടീസർ പുറത്തു വരാൻ പോവുകയാണ്. ജൂൺ മാസം എന്നാണ് കേൾക്കാൻ സാധിക്കുന്നത്, സെക്കൻഡ് വീക്ക് ആയിട്ട്. എന്തായാലും നമുക്ക് ഈ വരുന്ന 13 നമുക്ക് സിനിമയുടെ ടീസർ എക്സ്പെക്ട് ചെയ്യാം. നമുക്ക് അയാം ഗെയിം സിനിമയുടെ ഭാഗത്ത് പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കാണ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. പടത്തിന്റെ ഓഫ്ലൈൻ പോസ്റ്റേഴ്സും എല്ലാ ഫ്ലെക്സും ഒക്കെ നിലവിൽ തിയേറ്ററുകളിൽ എത്തിയിട്ടുണ്ട്. എന്തായാലും ഒരു ഗ്രാൻഡ് ഓണം പ്രമാണിച്ചുള്ള റിലീസ് തന്നെയാണ് പ്ലാൻ ചെയ്യുന്നത്. കാത്തിരിക്കാൻ നമുക്ക് ചിത്രത്തിന്റെ ഒരു അടിപൊളി കിടുക്കാച്ചി ടീസറിനായിട്ട് ഈ വരുന്ന ശനിയാഴ്ചയായിട്ട്. അങ്ങനെ തമിഴിൽ നിന്ന് ഒരു മാഡ് മാക്സ് അല്ലെങ്കിൽ ഒരു ഡൂണ് അല്ലെങ്കിൽ ഒരു അപ്പോക്കലിപ്റ്റിക് എന്ന് പറഞ്ഞ ലെവലിൽ ഒരു പടം വരുന്നുണ്ട്. ഒരു വേൾഡ് ക്ലാസ് സയൻസ് ഫൈ പോലെയൊക്കെയാണ് പടം പ്ലാൻ ചെയ്യുന്ന ഒരു സയൻസ് ഫൈ ഗാങ്സ്റ്റർ ചിത്രം പോലെ. രഞ്ജിത്തിന്റെ സംവിധാനത്തിലാണ് പടം വരുന്നത്. വെട്ടവം എന്നാണ് പടത്തിന് പേര് നൽകിയിരിക്കുന്നത്. ഒരു ആക്ഷൻ ഹീറോയിൻ ലീഡ് റോളിലാണ് പടം വരാൻ പോകുന്നത്. ആര്യ സിനിമയിൽ കേന്ദ്ര കഥാപാത്രത്തിൽ അഭിനയിക്കുന്നുണ്ട്. എന്തായാലും അദ്ദേഹം ഈ സിനിമയിൽ നല്ലപോലെ അഭിനയിക്കുന്നതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ സർപ്പട്ട പാരമ്പര്യ സിനിമയിലെ ഷൂട്ടിങ്ങും ഡിലേ ആകുന്നത്. കാത്തിരിക്കാം നമുക്ക് ഈ ചിത്രത്തിന്റെ കൂടുതൽ അപ്ഡേറ്റിനായിട്ട്. ആം നോബഡി എന്ന നമ്മുടെ പൃഥ്വിരാജ് സുകുമാരന്റെ പടത്തിന്റെ തിയേറ്റർ റിലീസ് ഓൾമോസ്റ്റ് ലോക്ക് ആയിരിക്കുകയാണ്. പടം ജൂലൈ മാസം സെക്കൻഡ് വീക്ക് റിലീസ് ചെയ്യുമെന്നാണ് കേൾക്കാൻ സാധിക്കുന്നത്. നിലവിലെ ജൂൺ എന്ന റിലീസ് ഉണ്ടായിരുന്ന അപ്ഡേറ്റ് ഇപ്പൊ അത് ജൂലൈയിലോട്ട് പോസ്റ്റ്പോൺ ചെയ്തിരിക്കുകയാണ്. ജൂലൈ മാസം 2 നമ്മുടെ ആം നോബഡി എന്ന സിനിമ തിയേറ്റർ റിലീസ് പ്ലാൻ ചെയ്യുന്നത്. നമ്മുടെ നിസാം ബഷീർ സംവിധാനത്തിൽ വരാൻ പോകുന്ന സിനിമയും കൂടിയാണ് നമ്മുടെ ആം നോബഡി എന്ന് പറഞ്ഞ സിനിമ. ടീച്ചറൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ഒരു ത്രില്ലർ കാറ്റഗറി എന്ന രീതിയിലാണ് കാണാൻ സാധിച്ചത്. ഒരു ഹൈസ്റ്റ് ഒക്കെ ആയിട്ട് സൂപ്പർ ആയിട്ട്. അടുത്ത അപ്ഡേറ്റ് അതിമനോഹരം സിനിമയുടെ തന്നെയാണ്. നമ്മുടെ തരുൺ മൂർത്തി ലൈറ്റൻ കോമ്പോയിൽ വരുന്ന മറ്റൊരു കിടിലൻ സിനിമ. ജെയ്ക്സ് വിജയ് ആണ് സിനിമയിലെ മ്യൂസിക്. സിനിമയുടെ ഭാഗത്ത് ഒരു റൂമേഴ്സ് നൽകുന്നുണ്ട് സിനിമയുടെ സ്ക്രിപ്റ്റ് നല്ല രീതിയിൽ മാറ്റങ്ങൾ വരുത്താനുണ്ട്, അതുകൊണ്ട് സിനിമ ഷൂട്ടിംഗ് നിർത്തിവെച്ചു എന്ന്. നിലവിൽ നല്ല മഴ ആയതുകൊണ്ടാണ് പടത്തിന്റെ ഷൂട്ടിംഗ് നിലവിൽ തൊടുപുഴയിൽ ഡിലേ ആക്കിയിരിക്കുന്നത്. കാരണം 78 ദിവസം ഷൂട്ട് നല്ല അടിപൊളിയായിട്ട് നടത്തിയതാണ്. ഇപ്പൊ നിലവിൽ മഴ വന്നുകൊണ്ട് സിനിമയുടെ ഷൂട്ടിനെ നല്ലപോലെ അത് ബാധിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് സിനിമ പൂജ റിലീസ് വരെ പോസ്റ്റ്പോൺ ആയത്. ഇതിപ്പോ ഒരു ക്ലാരിറ്റി തരുന്ന പോലെ ഈ ഒരു തെറ്റായ ഒരു ഇൻഫോർമേഷൻസ് പടർത്തരുതെന്ന രീതിയിൽ നമ്മുടെ തരുൺമൂർത്തി അദ്ദേഹത്തിന് ഇൻസ്റ്റാ പേജ് ഒരു സ്റ്റോറി ആയിട്ട് അപ്ലോഡും ചെയ്തിട്ടുണ്ട്, ഒരു ക്ലാരിഫിക്കേഷൻ ആയിട്ട് ആരാധകർക്ക്. അടുത്ത അപ്ഡേറ്റ് തമിഴിൽ തന്നെയാണ്. നമ്മുടെ വെട്രിമാരന്റെ സംവിധാനത്തിൽ വരാൻ പോകുന്ന പുതിയ തമിഴ് സിനിമയാണ് അറസൻ എന്ന് പറഞ്ഞ സിനിമ. വടച്ചെന്നൈ യൂണിവേഴ്സിൽ വരാൻ പോകുന്ന മറ്റൊരു സിനിമയാണ് അറസൻ എന്ന് പറഞ്ഞ സിനിമ. സിംബു, വിജയ് സേതുപതി എന്നിവരൊക്കെയാണ് മറ്റ് കഥാപാത്രങ്ങൾ സിനിമയില്. എന്തെങ്കിലും പടത്തിന്റെ ഷൂട്ടിംഗ് കേൾക്കാൻ സാധിക്കുന്നത് ഇനി വരുന്ന 2 മാസം സിനിമയുടെ ഷൂട്ടിംഗ് നൈറ്റ് ഷെഡ്യൂളാണ് വരാൻ പോകുന്നത്, കംപ്ലീറ്റ് ആയിട്ട് 2 മാസം. എന്തായാലും അദ്ദേഹത്തിന്റെ നൈറ്റ് ഷെഡ്യൂൾ തന്നെയാണ് നമ്മുടെ അറസൻ സിനിമയുടെ ഭാഗത്ത് നിന്ന് കേൾക്കാൻ സാധിക്കുന്നത്. കാത്തിരിക്കാൻ നമുക്ക് പടത്തിന്റെ കൂടുതലായ അപ്ഡേറ്റ്സിനായിട്ട് അറസൻ സിനിമയുടെ ഭാഗത്ത് നിന്ന്. അടുത്ത അപ്ഡേറ്റ് മലയാളത്തിൽ തന്നെയാണ്. നമ്മുടെ ഖലീഫ സിനിമയുടെ നമ്മുടെ വൈശാഖ സംവിധാനത്തിൽ വരാൻ പോകുന്ന സിനിമയാണ് ഖലീഫ എന്ന് പറഞ്ഞ സിനിമ. ഒരു ഗോൾഡ് സ്മഗ്ലിങ്ങിന് ആസ്പദമായിട്ട് പടത്തിന്റെ ഷൂട്ടും അതുപോലെ തന്നെ പടത്തിന്റെ എഡിറ്റിംഗ് വർക്കും ഒക്കെ നിലവിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് നല്ല ശക്തമായിട്ട്. പടത്തിന്റെ റിലീസിലൊന്നും ഒരു മാറ്റവും ഇല്ല. ഓഗസ്റ്റ് 20 തന്നെയാണ് പടത്തിന്റെ റിലീസ് നിലവിൽ പ്ലാൻ ചെയ്തിരിക്കുന്നത്. സിനിമയുടെ പ്രൊഡക്ഷൻ ഹൗസ് ആണെങ്കിലും ഓണം പ്രമാണിച്ച് ഒരു കിടുക്കാച്ചി ബോക്സ് ഓഫീസ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. കാത്തിരിക്കാൻ നമുക്ക് ഖലീഫ സിനിമയുടെ കൂടുതൽ അപ്ഡേറ്റ്സിനായിട്ട്. കൂടുതൽ സിനിമ വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്ക് സീരീസ് ചാനൽ.